ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് സ്റ്റേജ് ഡിഗ്രി ലെവൽ സെക്കൻഡ് സ്റ്റേജ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അല്പം വിഷമമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യത്തെ സ്റ്റേജിൻ്റെ എക്സാം എഴുതിയിട്ടാണ് ഞാൻ. പക്ഷേ ഈ ഒരു തവണ നമ്മൾ പ്രതീക്ഷിച്ച പോലെ മലയാളം അത്ര ഈസി ആയിട്ട് വന്നിട്ടില്ല. ഇംഗ്ലീഷും നല്ല ടെസ്റ്റ് ആയിരുന്നു. ഇംഗ്ലീഷ് കഴിഞ്ഞ പേപ്പറിലും ടെസ്റ്റ് ആയിരുന്നെങ്കിലും ഇത്തവണ കുറച്ചും കൂടി നന്നായിട്ട് തോന്നി. മാത്സ് നല്ല ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. നല്ല എക്സാം പ്രഷറിലൊക്കെ എഴുതുമ്പോൾ നമ്മൾ നല്ല സമയം എടുക്കേണ്ടതായി തോന്നുന്നുണ്ട്. പിന്നെ ജി കെ ക്വസ്റ്റ്യൻസും അത്ര എളുപ്പമായിട്ടായിട്ടില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു, അല്ലാണ്ട് ബാക്കിയെല്ലാം തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്ന ഒരു ഡിഗ്രി ലെവൽ സാധാരണ നമ്മൾ കണ്ടിരിക്കുന്ന ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പോലെ തന്നെയുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഒരു അല്പം ഈസി ആണെന്നോ ഒരു സംശയമുണ്ട്. ഫസ്റ്റ് ഫേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫേസ് ആണ് കുറച്ചും കൂടി ഈസി എന്ന് തോന്നുന്നു. ഇത് കുറച്ച് വിഷമമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ഇതിന്റെ ആൻസർ കീ ഒന്ന് നോക്കാം. ആൻസർ കീയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ പറഞ്ഞാൽ മതി. പിന്നെ ഇതിന്റെ മാർക്ക് എത്രയാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. നമുക്ക് ഏകദേശം ധാരണ കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ ഇത് സംബന്ധിച്ചൊരു പോൾ ഇടാം. അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ അതിൽ ജോയിൻ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയായെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രസ്താവനയാണ്. ഞാൻ പ്രസ്താവനകൾ വായിക്കുന്നില്ല. അത് ആൻസർ വരുന്നത് 1D ആണ്. മുകളിലുള്ള പ്രസ്താവനകളെല്ലാം തന്നെ ശരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. മരുതം തണ്ണീർത്തട കൃഷി, അങ്ങനെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണം എന്നത് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാകുന്ന ആരാണ് ഇത് വാദിച്ചതാണ്? അത് ഗാന്ധിജിയാണ്. ഓപ്ഷൻ ബി ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആയിരുന്നു. അത് ഓപ്ഷൻ എ വാണ്ടർ ഗോഹനാണ്. അതുപോലെ താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചതാണ്? ഓപ്ഷൻ 1ഉം 2ഉം ഉള്ള ആൻസറാണ്. ജമാഅത്ത് ഇസ്ലാമിയെയും RSSനെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിട്ടുള്ളത്. ആറാമത്തെ ക്വസ്റ്റ്യൻ ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെട്ട വ്യക്തി രാജഗുരുവാണ്. ഇത് SCERT ഫാക്ട് ആണ്. അപ്പൊ ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് രാമചന്ദ്ര ഗുഹയാണ്. ഈ പുസ്തകം അധികവും നമ്മൾ പറയുന്ന റാങ്ക് ഫയലിൽ കാണാറുണ്ട്. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകം എഴുതിയത് രാമചന്ദ്ര ഗുഹയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ വരുന്നു ഓപ്ഷൻ 2ഉം 4ഉം ആണ്. ഓക്കെ, ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 49 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു തുടങ്ങിയ 49 ചൈന ദേശീയ റിപ്പബ്ലിക് ആയി മാറിയ വർഷമാണ്. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയല്ലാത്തത്. 9ാമത്തെ ക്വസ്റ്റ്യൻ ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ്? ഓപ്ഷൻ സി വിഷ്ണു ഡിയോ സായി ആണ്. ഒരു കറണ്ട് അഫയർ ആയിട്ട് വന്നതാണ്. ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? വിഷ്ണു ഡിയോ സായി ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത താഴെക്കൊട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്? ഓപ്ഷൻ ഇന്ത്യയാണ്. ഓപ്ഷൻ ലൈബീരിയ ആണ്. ഇന്ത്യ അല്ല, ലൈബീരിയാണ് ഓപ്ഷൻ വരുന്നത്. എന്താണ്? ലൈബീരിയ. ഓപ്ഷൻ മാറിപ്പോയതാണ്. ഓപ്ഷൻ ലൈബീരിയാണ് ആൻസർ വരുന്നത്. 11 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള പ്രദേശം താഴെ പറയുന്ന ഏതാണ്? പശ്ചിമഘട്ടവും പടിഞ്ഞാറൻ തീരസമുദ്രമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള പ്രദേശമായിട്ട് വരുന്നത്. താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ സദാവരം വായിക്കാനാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അത് അത്ര പെട്ടെന്ന് കിട്ടിയിട്ടില്ല. നോക്കാം. 13ാമത്തത് ആർക്കെങ്കിലും 12ാമത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ അറിയെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താഴെ കൊടുത്തുള്ള പ്രസ്ഥാനം പരിശോധിക്കുക. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അർദ്ധികൾക്കും വസന്ത വിഷുവത്തിന് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല. 13ാമത്തെ ആൻസർ വരുന്ന മുകളിലുള്ള ഫാക്ട്സ് എല്ലാം ശരിയാണ്. 4 പാമ്പാടും ചോല നമുക്കറിയാം ഓപ്ഷൻ ഇടുക്കിയിലാണ്. പാമ്പാടും ചോല ദേശീയോദ്യാനം വരുന്ന ഇടുക്കിയിലാണ്. 15ാമത് ഈ സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെ കുറിച്ചും അന്തരീക്ഷ സൂക്ഷ്മ കണങ്ങളെ കുറിച്ച് പഠിക്കാൻ പേസ് എന്ന പേരുള്ള ഉപഗ്രഹം നിഷേധിച്ചു. അതിന്റെ ഫുൾ ഫോം ആണ് പ്ലാങ്ക്ടോൺ എറോസൽ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം എന്നാണ്. അപ്പോൾ GST യെക്കുറിച്ച് പറയുന്നത് എന്താണ് തെറ്റെന്നാണ്? GST നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി 1ഉം 3ഉം ആണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിൽ അധ്യക്ഷൻ, തെറ്റാണ്. നമുക്ക് ധനകാര്യമന്ത്രിയാണെന്നറിയാം. അപ്പോൾ GST കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു എന്നതും തെറ്റാണ് അല്ലേ? അപ്പോൾ അടുത്തത് RBIയുടെ മോണിറ്ററി പോളിസിയെ താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയെന്നാണ്? ഓപ്ഷൻ 1ഉം 2ഉം ആണ് ഇതിൽ ശരി. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നത്. MPC മോണിറ്ററി പോളിസി കമ്മീഷനാണത്. 18ാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഷൻ എന്നാൽ എന്താണെന്നാണ്? അത് വരുമാന വർധന മൂലം ഉണ്ടാകുന്ന സർക്കാരിന്റെ ചിലതിലെ മാറ്റങ്ങളാണ്. ഇതിനറിയില്ലായിരുന്നു, ചോദിച്ചു കിട്ടിയതാണ്. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഷൻ എന്നാൽ എന്താണ്? വരുമാന വർധനവ് മൂലം ഉണ്ടാകുന്ന സർക്കാരിന്റെ ചിലവിലെ മാറ്റങ്ങളാണ് അത്. 19ാമത്തെ ക്വസ്റ്റ്യനും ടഫായിരുന്നു. ഇതും ആൻസർ ചോദിച്ചു കിട്ടിയതാണ്. സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ശരിയാണ്? പക്ഷേ ഈ ഒരു എനിക്കൊന്ന് ഈ ഒരു NCERT ഈ ഒരു ഫാക്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1ഉം 2ഉം 3ഉം ആണ്. ഇത് ഓപ്ഷൻ 1, 2, 3 എല്ലാം എന്ന ആൻസറാണ് വരുന്നത്. അത് പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെന്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് 5.9 ആണ്. പിന്നെ 21ാമത്തെ ക്വസ്റ്റ്യൻ 1940 നവംബർ 26 മുതൽ ഇന്ത്യയിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയെ താഴെ പറയുന്ന വ്യവസ്ഥകൾ ഏതാണ് ശരി? പൗരത്വമാണ്. താഴെ പറയുന്നതിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ അവകാശം? ആർട്ടിക്കിൾ 14 ആണ്. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് 1971 ഇന്ത്യ പാക് വാറിന് സമയത്തുള്ള 1971 താഴെ പറയുന്ന ഇനങ്ങൾ ഏതാണ്? 7ാം ഷെഡ്യൂളിന്റെ കൺകർ ലിസ്റ്റിലുള്ളത് നമുക്കറിയാം. സാമൂഹ്യ സുരക്ഷയും സാമൂഹ്യ ഇൻഷുറൻസും കൺകർ ലിസ്റ്റിൽ വരുന്നതാണ്. ഇന്ത്യ ആദ്യത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി
ആരായിരുന്നതാണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സുകാർണോ ആയിരുന്നു ഇന്ത്യ ആദ്യത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷം മുഖ്യാതിഥി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്രാന്തി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറിയാണ് ഈ ക്രാന്തി എന്ന് പറയുന്നത്. താഴെ പറയുന്നതിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം എന്ന് പറയുമ്പോൾ രാഷ്ട്രപതി അംഗമല്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അംഗമല്ല, ലോക്സഭ സ്പീക്കറും അല്ല, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഇതിലെ അംഗമായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്ന ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ? നമുക്കറിയാം കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണത്. 29ാമത്തെ ക്വസ്റ്റ്യൻ PSC സംസ്ഥാന സെൻട്രൽ PSC കുറിച്ചായിരുന്നു. അതിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തതാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാൻ കഴിയില്ല, പക്ഷെ അതാണ് തെറ്റായിട്ടുള്ളത്. 30ാമത്തെ ക്വസ്റ്റ്യൻ, എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? 2011 ഇന്ത്യയിൽ അവസാനമായിട്ട് സെൻസസ് നടന്നത്. അപ്പോൾ ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് 31ാമത്തെ ക്വസ്റ്റ്യൻ. അത് മണിപ്പൂരിനെയാണ് ഇന്ത്യയിലെ രത്നം എന്ന് നമ്മുടെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. 32 ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മുദ്രാവാക്യമായിരുന്നു ജയ് ജവാൻ ജയ് കിസാൻ എന്നത്. 33 NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്തെന്നാണ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടില്ല, അറിയുന്നവരെ താഴെ കമന്റ് ചെയ്യുക. 34 95 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായർ ആയിരുന്നു. 35ാമത്തെ ക്വസ്റ്റ്യൻ, ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരെന്നാണ്? ഓപ്ഷൻ ഡി പൂന്താനം നമ്പൂതിരിയാണ്. 36 പരമ്പരാഗത നാടോടി നൃത്തമായ ഗൂമർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാന്റെയാണ്. 37 ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് 1955 മെയ് 11 ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. 38 ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ, 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത് മിലാനിലോ, ഈ നമ്മുടെ ഇറ്റലിയിലെ മിലാനും കോർട്ടിന ഡി അബേസിലുമാണ് നടക്കുന്നത്. 40ാമത്തെ ഏത് സാഹിത്യകൃതിയിൽ താഴെപ്പറയുന്ന വരിയിൽ അടങ്ങിയിരിക്കുന്നതാണ്? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിട്ട് അറിവ് സ്വതന്ത്രമായി എടുത്ത് എന്നാണ് പറഞ്ഞത്. ഓപ്ഷൻ സി ഗീതാഞ്ജലിയാണ്. 41 താഴെ പറയുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? സ്കാനർ ഇൻപുട്ട് ആണ്, ബാക്കിയെല്ലാം എന്താണ് ഔട്ട്പുട്ട് ആണ്. ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, വേർഡ് പ്രസ് ആണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വരുന്നത്. 43 ഒരു വലിയ ഭൂമിശാസ്ത്ര പ്രദേശത്തെ വ്യാപിച്ചിടുന്ന ശൃംഖലയെ നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്കിലെ വാൻ എന്ന് വിളിക്കുന്നു. 44 ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇത്, ബ്രൗസർ എന്ന് പറയുന്നത്. IT ആക്ട് നിലവിൽ വന്ന വർഷം 2000 ആണ്. 46 സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം എത്രയാണ്? 8.3 മിനിറ്റ് ആണ്. 47 ലാർജ് ഹാഡ്രൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ത്? LHCയുടെ ലക്ഷ്യമാണ് ചോദിക്കുന്നത്. കണിക ഭൗതിക ഗവേഷണമാണ്, ഫിസിക്സിലാണ്. 48 സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളും ഊർജ്ജ ഉൽപ്പാദനം നടക്കുന്നത് അണു സംയോജനമാണ്. ഓക്കെ. 49 ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്ന പ്രക്രിയ ഏതാണ്? കോശ ശ്വസനമാണ്, കോശ ശ്വസനമാണ്. 50ാമത്തെ COP28 UN കാലാവസ്ഥ വ്യതിയാന സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? ദുബായിലാണ്. 51ാമത് മാത്സിന്റെ ക്വസ്റ്റ്യൻ, ആൻസർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആൻസർ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ചോദ്യം നോക്കുക. 1-2 ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ല. 51 ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ 8/3 ആണ്. 52 8/15 ഓപ്ഷൻ സി ആണ്. 53ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2 പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6 ഉൽപ്പന്നം പ്രൊഡക്റ്റ് 480 ആണെങ്കിൽ വലിയ സംഖ്യ ഏതാണ്? 24 ആണ്. 54 തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ ആകത്തുക 976 ആണെങ്കിൽ ആ 4 ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യയാണ് 241 ആണ്. 55 എയും ബിയും കൂടി ചേർന്ന് 12 ദിവസം കൊണ്ടും എയും സിയും 8 ദിവസം കൊണ്ടും ബിയും സിയും 6 ദിവസം കൊണ്ടും ജോലി പൂർത്തിയാക്കുകയാണെങ്കിൽ ബി ആ ജോലി എത്ര ദിവസം കൊണ്ട് എത്ര പൂർത്തിയാക്കുന്നതാണ്? അപ്പോൾ അതിന് എനിക്ക് 16 ആണ് കിട്ടിയത്. ആൻസർ ശരിയാണോ ചെയ്ത് നോക്കുക. അടുത്ത നമ്പർ ഏതാണ്? 5, 6, 14, 44 and 184 ആണ്. അത് ഈ 2 ക്വസ്റ്റ്യൻസ് 57 and 58 കിട്ടിയിട്ടില്ല. താഴെ നിന്ന് ചെയ്ത് അറിയുന്നവരൊന്ന് പറയാം. 59ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡിസിപ്ലിൻ എന്ന് എഴുതിയിരിക്കുന്നതാണ്. അത് ഓപ്ഷൻ സി ആണ് വരുന്നത്. 60ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അതിന്റെ നമ്മുടെ റിലേഷൻ ആയിരുന്നു. റിലേഷൻ ഓപ്ഷൻ ബി ആണ്, പേരക്കുട്ടി. കഴിഞ്ഞ തവണയും റിപ്പീറ്റ് കഴിഞ്ഞ ഫേസ് 1 ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ സി 155 ആണ്. 62 ഓപ്ഷൻ ഡി 31 ആണ്. 63 ദിവസം കാണാനുള്ളതായിരുന്നു, അത് ഞായറാഴ്ചയാണ്. ഇതും കഴിഞ്ഞ തവണത്തെ ഉണ്ടായിരുന്ന അതേ ക്വസ്റ്റ്യൻ ആണ്. 64 വരുന്ന ഏതാണ്? 64 ട്രയാങ്കിൾസ് എണ്ണമായിരുന്നു, അത് ഓപ്ഷൻ 12 ആണ്. ഓപ്ഷൻ ഡി 12 ആണ് ആൻസർ വരുന്നത്. 65 ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ടും തെക്കോട്ടും നടക്കുന്ന അതുമായിട്ട് ബന്ധപ്പെടുന്നതാണ്, അത് ഓപ്ഷൻ 5 ആണ് വരിക. ഓപ്ഷൻ ഡി 5 കിലോമീറ്റർ ആണ് ആൻസർ വരുന്നത്. 66 ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുന്നു. ഒരു പെൺകുട്ടിയുടെ 2017 സ്ഥാനത്താണ്. ക്ലാസ് എത്ര പെൺകുട്ടികളുടെ? ഓപ്ഷൻ ബി 33. 67 മാച്ച് ചെയ്യാനായിരുന്നു. കാട് മൃഗശാലയാണെങ്കിൽ കടൽ തുറമുഖത്താണ്. അപ്പോൾ 68 5 10 26 50 ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ ബി 122 ആണ്. അത് 69 237 ഡിവൈഡ് ബൈ 0.01 ആണ് ഇരുന്നത്. 23,700 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 70 താഴെ പറയുന്ന സംഖ്യകൾ ഏതാണ് 9 കൊണ്ട് ഹരിക്കാവുന്നത്? അതിന് 54 18 ആണ്. ഇനി ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷിൽ 1 must do their work, 1 must do one's work ആണ് അല്ലേ, അയാളുടെ വർക്ക് തന്നെ ചെയ്യണമെന്നാണ്. 72 ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് അക്വിറ്റൻസ് ആണ്. ACQ
QUAINTANCE ആണ്. 73 ദ മെജസ്റ്റിക് മഹാഗണി ടേബിൾ, അത് കൃത്യമായിട്ട് പ്രോപ്പർ സീക്വൻസിൽ ഓർഡർ ചെയ്ത് വെക്കാനാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അത് ദ മെജസ്റ്റിക് മഹാഗണി ടേബിൾ. പിന്നെ Q എന്ന് പറയുമ്പോൾ വിച്ച് ഹാഡ് വൺ ലെഗ് മിസ്സിംഗ്, ബിലോങ്സ് ടു ആൻ ഓൾഡ് കിങ് ഹു ഈസ് നൗ ഇംപവറിഷ്ഡ് ബട്ട് നോട്ട് വിത്തൗട്ട് സം പ്രൗഡ് എന്നാണ് ആൻസർ വരുന്നത്. 74 ഓപ്ഷൻ സി ആണ് വരുന്നത്, അഫക്റ്റ് ആണ് വരുന്നത്. റൈസിംഗ് എയർ ടെമ്പറേച്ചേഴ്സ് അഫക്ട് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ് ആണ്. സിനോണിം വെനറേറ്റ് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ആൻസർ റെസ്പെക്ട് ആണ്. വെനറേറ്റ് പറഞ്ഞാൽ റെസ്പെക്ട് ആണ്. ഇനി ഇമാസിയേഷൻ ആൻസർ ഏതാണ്? ഇൻവിഗോറേഷൻ ആണ്. ഇമാസിയേഷൻ എന്ന് വെച്ചാൽ ഇൻവിഗോറേഷൻ ആണ് ആന്റോണിം വരുന്നത്. 77 ബ്ലറഡ് കൺഫ്യൂസ്ഡ് ആണ്, അങ്ങനെയാണെങ്കിൽ മഡിൽഡ് എന്താണ്? അൺക്ലിയർഡ് ആണ് വരുന്നത്. 78 ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ എന്ന് വിളിക്കുന്നത് നമ്മൾ നിംബസ് എന്നാണ് വിളിക്കുക. നിംബസ്. ദ ഇഡിയം ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറയുന്നതാണ് ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ്, ടു ഹാവ് എ സെൽഫിഷ് മൈൻഡ് ആണ് ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറയുന്നത്. അടുത്ത ഐ ഡാഷ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ, ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ, പ്രസന്റ് ആണ്. ദ brand of furniture is dash any other brand of furniture in the market. The brand of the furniture is costlier than, okay, degree of comparison വരുന്നതാണ്. This brand of furniture is costlier than any other brand of furniture in the market. She agree whatever condition, she agree with ആണ്, agree ആണെങ്കിൽ with ആണ് വരിക. She agree with whatever conditions we were but put before her എന്നാണ്. അടുത്തത് ഐഡന്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ പെയർ ഓഫ് വേർഡ്സ് ടു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. ഡിസ്പൈറ്റ് ബീയിങ് ദി ഡൊമിനന്റ് പാർട്ട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ് ദ ഫ്രാഞ്ചൈസർ ഡസ് നോട്ട് അലൗസ് ഹാവ് ഓൾ ദ അഡ്വാൻറ്റേജസ് ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. വി ആർ ഹാപ്പി ദാറ്റ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ക്യാബിനറ്റ് ഈസ് to be present at the function. ഓപ്ഷൻ എ ആണ്. 84 ഓപ്ഷൻ എ ആണ്. 85 not sooner had she entered the room than the lights went out and everybody began to make sound ആണ്. 85 ആണ് വരുന്നത്. 85 ഡി ആണ്. 84 ആണ് എ വരുന്നത്. 85 ഡി ആണ്. 86 വരുന്നത് we met her immediately after session in which she had given a nice speech ആണ്. 87 the guest admired my paintings but they seem to have disliked my writings ആണ്. 88 find out the correct sentence വരുന്നത് I think him a silly boy, I think him a ഏതാണ്? സില്ലി ബോയ് ആണ്. 88 കറക്റ്റ് വരുന്നത്. 89 ഓർണിത്തോളജി വരുന്നത് സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണോ? 89 ഓർണിത്തോളജി സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്റ്റേസ്റ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ അൺപ്ലസന്റ് ആണ്. ഓക്കെ, ഡിസ്റ്റേസ്റ്റ്ഫുളിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത്, അല്ല അതുമായി ബന്ധപ്പെട്ട സിമിലർ ആയ വേർഡ്സ് ആണ് ചോദിക്കുന്നത്. അൺപ്ലസന്റ് ആണ്. ശരിയായ പദം എന്താണ്? 91 ശരിയായ പദം ബി ആണോ എന്ന് സംശയമുണ്ട്, എനിക്ക് ഉറപ്പില്ല. അരോഗ ശരീരമാണോ എന്ന് സംശയമുണ്ട്. ഓപ്ഷൻ ബി. 92 സി ആണ് ആൻസർ. 1ഉം 3ഉം ആണ്. അത് രണ്ടും ശരിയായിട്ടുള്ള ആൻസർ ആണ്. പോട്ടവൻ ചേർത്ത് എഴുതിയ പോട്ടവെന്നും പോട്ടയവെന്നും രണ്ടും ശരിയാണ്. പിരിച്ചെഴുതാൻ കാട്ടിനേൻ, പിരിച്ചെഴുതാൻ കാട്ടി പ്ലസ് ഏനാണ്. കാട്ടി പ്ലസ് ഏനാണ് ഇത് കാട്ടിനേൻ എന്ന് പറയുന്നത്. തെറ്റില്ലാത്ത വാക്യം ഭാരതീയർ എല്ലാവരും സ്നേഹ ഉദരഭാവത്തോടു കൂടി വർത്തിക്കണമെന്നാണ് തെറ്റില്ലാത്ത വാക്യം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇനി ഓപ്ഷൻ 95 ക്വസ്റ്റ്യൻ 95 നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ആൻഡ് ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിമർശനം എന്ന് എഴുതുകയാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് എടുത്ത നടപടി ഉചിതമായി തോന്നുന്നില്ല. അതാണ് നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന്റെ അർത്ഥം. 96 തേൻ എന്ന അർത്ഥം വരുന്ന പദം മധുവമാണ് അല്ലെ, മധുവമാണ് തേൻ എന്ന് പറയുന്നത്. 97 കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ, അതുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ സമാന സന്ദർഭത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പഴഞ്ചൊല്ലാണ്. കഷ്ടത്തിലിരിക്കുന്നത് വീഴുകയും വരുത്, ഉത്തരത്തിരിക്കുന്നത് എടുക്കുകയും വേണമെന്നുള്ളത്. അപ്പൊ എതിർലിംഗം ചെട്ടിച്ചിയുടെ ചെട്ടയാണ് ചെട്ടിച്ചി. അതിന്റെ അടുത്ത മഞ്ഞപ്പട്ടുടുത്തം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? പീതാംബരനാണ്. മഞ്ഞപ്പട്ടുടുത്തം എന്നർത്ഥം വരുന്നത് പീതാംബരനാണ്. ധൃതി എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് അർത്ഥം ഓക്കെ, അത് ഞങ്ങൾക്കൊന്ന് ഓപ്ഷൻ എ അല്ല, അത് ഓപ്ഷൻ വരിക ശരിയായിരിക്കും. ധൃതി എന്ന് പറയുന്നത് ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം, ഇതെല്ലാം ശരിയാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ട് പോയതാണ്. ധൃതി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? എല്ലാം ശരി. ഓപ്ഷൻ ഡി ആണ് വരിക. എല്ലാം ശരിയാണ് വരിക. ധൃതി എന്ന പദത്തിന്റെ അർത്ഥം ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. അപ്പൊ ഇതെല്ലാം ശരിയാണെന്നാണ് വരിക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത്. പെട്ടെന്നല്ല, പല ബുക്കും റെഫർ ചെയ്തിട്ട് കിട്ടുന്നതന്നെയാണ്. ഗൂഗിൾ അടക്കം റെഫർ ചെയ്തിട്ട് കിട്ടുന്നതാണ്. അല്ലാണ്ട് നമുക്ക് അത്ര പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അതേ പറഞ്ഞാൽ വീട്ടിലിരുന്ന് നമുക്ക് അത്ര എളുപ്പത്തിൽ വീട്ടിലിരുന്ന് പോലും അത്ര എളുപ്പത്തിൽ സ്കോർ ചെയ്ത് 90 80 അടിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊരു പ്രിലിമിനറി പരീക്ഷയാണ്. ഒരു 55 അല്ലെങ്കിൽ 50 ഒക്കെ സ്കോർ ചെയ്താൽ തന്നെ എല്ലാ പരീക്ഷയും നിങ്ങൾക്ക് എഴുതാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷെ നമുക്ക് പറയാനുള്ളത് ആദ്യത്തെ എക്സാമായി കമ്പയർ ചെയ്യുമ്പോൾ അല്പം ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഇതിന് ഗുണകരമാകുമായിരിക്കും. അതുകൊണ്ട് പക്ഷെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ ആൻസേഴ്സിൽ ഏതെങ്കിലുമൊക്കെ തെറ്റുണ്ടാകാൻ ചാൻസ് ഉണ്ട്, അത് കമന്റ് ചെയ്യുക. ഈ ആൻസർ മാർക്ക് ചെയ്ത് ഞാൻ PDF ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തേക്കാം. നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകളായി ഉടനെ വരാം. താങ്ക്